ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്യൂൻ ഓഫ് ടേസ്റ്റി ആൻഡ് ടിപ്സ് എന്ന നമ്മുടെ ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അവൽ വെച്ച് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഉപ്പുമാവിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അതുപോലെ തന്നെ ഈവനിങ് സ്നാക്സ് ആയിട്ടോ ഒക്കെ നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഉപ്പുമാവ് എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അതിനു മുമ്പായിട്ട് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഈ ഒരു ഉപ്പുമാവ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് വെളുത്ത അവലാണ് എടുത്തിട്ടുള്ളത്. അല്പം കട്ടിയുള്ള അവൽ നോക്കി വേണം നമുക്ക് ഈ ഉപ്പുമാവ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുക്കാൻ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നീര് ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ നമുക്ക് അല്പം വെള്ളവും കൂടി ഒന്ന് തളിച്ചതിന് ശേഷം നമുക്കിത് കൈ കൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ടിത് ഒരു 5 മിനിറ്റോളം നമുക്കിതൊന്ന് അടച്ച് വെച്ച് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ആ സമയത്തേക്ക് നമ്മുടെ അവൽ നന്നായിട്ട് തന്നെ കുതിർന്ന് കിട്ടും. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളുടെ അവൽ നന്നായിട്ട് തന്നെ കുതിർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പുമാവ് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ടൊരു കടായിലേക്ക് നമുക്ക് 1.5 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുകും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് മീഡിയം വലിപ്പത്തിലുള്ള ഒരു സവാള ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ഒരു 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞതും കൂടി ഇതിലേക്കിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് 1/4 കപ്പ് നിലക്കടല കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാളയൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. മഞ്ഞൾപ്പൊടിയുടെയൊക്കെ പച്ചമണം മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന അവൽ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ നമുക്ക് ഉപ്പ് ആവശ്യമാണെങ്കിൽ അല്പം ഉപ്പ് നീരും കൂടി ഇതിലേക്ക് തളിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കാം. മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തവർ അത് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നീട് നമുക്ക് അരമുറി നാരങ്ങ പിഴിഞ്ഞതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇത് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് 1/4 കപ്പ് തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഇത് അടച്ച് വെച്ച് ചെറിയ തീയിൽ ഒന്ന് ആവി കയറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോഴിതാ നമ്മളുടെ ഈ അവൽ ഉപ്പുമാവ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സെർവ് ചെയ്യാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉപ്പുമാവാണിത്. ഇത് അവൽ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോ വരുന്നവരെ താങ്ക് യു.